മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓർമ്മകളിൽ പൂക്കാലം വിരിയിക്കാനായി വീണ്ടും ഒരു ഓണക്കാലമായി. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാനും നിങ്ങളുടെ മുന്നിലേക്ക്. കേരളത്തനിമ തൊട്ടുണർത്തുന്നതും മലയാളികളുടെ ഹൃദയത്തെ പൂക്കളം കൊണ്ട് തീർക്കുന്ന നാവിൽ രുചിയേറിയ വിഭവങ്ങളുമായി ഈ പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം. ഓണത്തിന് അതിർത്തി കടന്നു വരുന്ന തോവാളത്തോട്ടങ്ങളിലെ പൂക്കൾ കൊണ്ട് അത്തമിട്ടിരുന്ന കാലം നമുക്കിനി മറക്കാം. ആ പതിവ് ഇക്കൊല്ലവും മാറ്റിമറിച്ചിരിക്കുകയാണ്. നമ്മുടെ കാട്ടാക്കട താലൂക്കിലെ 6 പഞ്ചായത്തുകളിലായി 60 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത് പൂക്കൾ വിരിയിച്ച് വിജയം കൈവരിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്ന ആശയം ഇക്കൊല്ലവും വിജയം കണ്ടെത്തി. ഒരു കൂട്ടം കർഷകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഫലം കണ്ടപ്പോൾ നാട്ടിൻപുറങ്ങളിലെ ജമന്തിപ്പാടങ്ങൾ മഞ്ഞയും ഓറഞ്ചും പൂക്കൾ കൊണ്ട് നിറഞ്ഞു. കാട്ടാക്കട താലൂക്കിലെ വിളപ്പിൽ പഞ്ചായത്തിലെ അലിഫ് എന്ന പേരിലുള്ള JLG ഗ്രൂപ്പിൻ്റെ ജമന്തി കൃഷിയുടെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. 8 പേർ ചേർന്നുള്ള ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വാർഡ് മെമ്പറും കൃഷി ഓഫീസറുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. നിലമൊരുക്കി തൈ നട്ട് അതിനെ പരിപാലിച്ച് വിളവെടുപ്പിൻ്റെ ഈ ഘട്ടം വരെ എത്തിച്ച നമ്മുടെ സഹോദരിമാരെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഞാൻ. അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം.
നമ്മുടെ വിളപ്പിൽ പഞ്ചായത്തിൽ പടവങ്കോട് വാർഡിൻ്റെ അലിഫ് ജയൽജി എന്ന ഒരു കൃഷി ഗ്രൂപ്പിൻ്റെ സംരംഭമാണ് ഈ ജമന്തിയുടെ ഇന്നത്തെ വിളവെടുപ്പ്. ഇതിൽ കൃഷി ഓഫീസർ, NREGSൻ്റെ എല്ലാ ഓഫീസിലുള്ള മൊത്തം പേരുടെയും നമ്മുടെ വാർഡ് മെമ്പറുടെയും ഫുൾ സാന്നിധ്യവും സഹായവും ഇതിന് ഉണ്ടായിരുന്നു. അവരുടെ മൊത്തം പേരുടെയും അധ്വാനവും നമ്മുടെ 8 തൊഴിലാളികൾ 8 പേരുണ്ട് ഈ ഗ്രൂപ്പിൽ. ഈ 8 പേരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ വിളവെടുപ്പിൽ കണ്ടത്. IB സതീഷ് MLA വന്ന് ഇന്നത്തെ ഉദ്ഘാടനം നടത്തി നല്ല അഭിപ്രായം, വിളപ്പിൽ പഞ്ചായത്തിൽ ഏറ്റവും നല്ല കൃഷി എന്നുള്ള രീതിയിലുള്ള അഭിപ്രായവും നടത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അവരുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായമാണ് നമുക്കിന്ന് ഏറ്റവും നല്ല സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം. ഇനി വരുന്ന ഓണക്കാലങ്ങളിലും ഇതിൽ കൂടുതലും ജമന്തി പാടങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ടാറ്റ, ബൈ ബൈ, സി യു.